ഹലോ ഫ്രണ്ട്സ്, മീറ്റ് സ്പൈസി ബെയിലി. വഴിയെ പോയ ബെയിലിനെ കയ്യിലെടുത്ത് ഇപ്പോൾ മോന്തയ്ക്ക് അടി വാങ്ങിച്ചേനെ. എൻ്റെ 5 പൂച്ചകളെയും അവരുടെ ലിറ്റർ ബോക്സും ഞാൻ എങ്ങനെ ലിറ്റർ ബോക്സ് ഉണ്ടാക്കിയെന്നും ഉള്ള ഒക്കെ വീഡിയോ ആണെന്ന്. ഞങ്ങൾ രാവിലെ എല്ലാവരും നല്ല റിലാക്സ് ഒക്കെ ചെയ്ത് ഇരിക്കുകയാണ്. ഞാൻ അവരുടെ ലിറ്റർ ബോക്സൊക്കെ ക്ലീൻ ചെയ്ത് 2 ലിറ്റർ ബോക്സൊക്കെ പൊട്ടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് നമ്മുടെ സിംബ, അവൻ സ്വന്തം ഇങ്ങനെ സിംഹാസനത്തിൽ ഏറ്റവും മുകളിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ എപ്പോഴത്തെയും പോലെയും ലവ് ലാംഗ്വേജാണ് എന്നെ കടിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് അവൻ എന്നെ സ്നേഹം അറിയിക്കുന്നത്. ചുള്ളനല്ലേ? ഇവർക്ക് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡൊക്കെ കൊടുത്ത് അവരെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി. ഇപ്പോൾ സമയം ഒരു 8:15 ആയി. രാവിലെ എൻ്റെ മുകളിലത്തെ ടെറസിൻ്റെ മുകളിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്ന് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് തിരിച്ച് ലിറ്റർ ബോക്സിൻ്റെ കാര്യമൊക്കെ നോക്കാൻ വന്നപ്പോഴാണ്. എന്നാൽ പിന്നെ ഓക്കെ, ഫിഷിനൊക്കെ ഫുഡ് കൊടുത്ത് ഫിഷ് ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് നല്ല ഫിഷൊക്കെ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. സൈഡിൽ വെച്ചേക്കുന്ന പ്ലാന്റ്സ് കണ്ടോ? ആദ്യമായിട്ടാണ് ഇത്ര നാളെങ്കിലും ഇരിക്കുന്നത്. മറ്റേ എപ്പോൾ നോക്കിയാലും ചെടികൾ പറിച്ച് താഴെ കളയലാണ് പരിപാടി. ഇതൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് ആപ്പിളാണ് എൻ്റെ ലിറ്റർ ബോക്സുകളൊക്കെ ക്ലീൻ ചെയ്യാനും അതൊക്കെ ഫുള്ള് തറോലി ക്ലീൻ ചെയ്യാനുള്ള സമയമായി. ഹലോ, ലിറ്റർ ബോക്സ് ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ബോക്സ് പൊട്ടിയിരിപ്പുണ്ട്. നിങ്ങൾ കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി എല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വേറെ ലിറ്റർ ബോക്സ് വാങ്ങിക്കണം. ലിറ്റർ ബോക്സ് അല്ല, ഞാൻ DIY ലിറ്റർ ബോക്സുകളാണ്. കാരണം എനിക്ക് കുറേ ഉള്ളതുകൊണ്ട് ഞാനെല്ലാം തട്ടിക്കൂട്ട് ലിറ്റർ ബോക്സുകളാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിക്കാം. പിന്നെ ലിറ്റർ സാൻഡ് വാങ്ങിക്കണം. അതിൻ്റെ കൂടെ ലിറ്റർ ബോക്സൊക്കെ ക്ലീൻ ചെയ്ത് ടയേർഡായി ചായ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ പാലില്ല. അപ്പോൾ പിന്നെ നമുക്കെന്നാൽ ഒരു ഷുഗർ കെയിൻ ജ്യൂസും കൂടെ കുടിച്ചിട്ട് വരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവന് ചോക്ലേറ്റ് വേണം. അതാണല്ലോ അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം. അപ്പോൾ വായോ. സാറ്റർഡേ ആണ്, എന്നാലും ഞാൻ മറന്നുപോയി ഇന്ന് സാറ്റർഡേ ആണെന്നുള്ള കാര്യം. പക്ഷേ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ആരും അധികം വലിയ ട്രാഫിക് ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാം. ഞാൻ മറന്നേ പോയി ഇന്ന് സാറ്റർഡേ ആണെന്നുള്ള കാര്യം. ഞാൻ സാധാരണ വാങ്ങിക്കുന്നത് ഹാപ്പി ക്യാറ്റിൻ്റെ ലിറ്റർ സാൻഡാണ്. അതിന് പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ മറ്റുള്ള ലിറ്റർ സാൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഇച്ചിരി വില കുറവുണ്ട്. എനിക്ക് എപ്പോഴും ഞാൻ എല്ലാ മാസവും ഫുള്ള് ലിറ്റർ ബോക്സ് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതാണ് വാങ്ങിക്കുന്നത്. അന്നേരം എനിക്ക് ഈ കേജ് കാണിച്ച് തന്നാണ്. പൂച്ചകളെ ഇടുന്ന കേജാണ്. ലിറ്റർ സാൻഡ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഇതൊരു ബേർഡ് കേജായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പം പുള്ളി കാണിച്ചു തരുവാണ്. അതിനകത്ത് പൂച്ചക്കുഞ്ഞുങ്ങളെ ഇടാം, എന്നിട്ട് ആ ട്രേ ക്ലീൻ ചെയ്താൽ മതിയെന്ന്. എനിവേ, എനിക്കത് ഇച്ചിരിയുടെ ബേർഡ്സിന് പറ്റുന്ന നല്ലൊരു കേജ്. 1400 സംതിങ് ആണ് അതിൻ്റെ റേറ്റ്. പിന്നെ ഇങ്ങനെയുള്ള ഈ 2 ലിറ്റർ ബോക്സുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ബോക്സ് ഓൾറെഡി ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു. നമ്മുടെ സ്റ്റോറേജ് ബോക്സുകളുണ്ടല്ലോ, അതുപോലത്തെ ഒരു ബോക്സ്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പെറ്റ് സ്റ്റോറിൽ എല്ലാ പെറ്റ് സ്റ്റോറിലുള്ള പോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇത് കണ്ട ഒരു ടാഗാണ് പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ ഇടാൻ പറ്റുന്നത്. അഥവാ മിസ്സായി പോയാൽ അവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇത് സ്കാൻ ചെയ്ത് അതിനകത്തിൽ ഡീറ്റെയിൽസ്, നമ്മുടെ ഫോൺ നമ്പറും പെറ്റിൻ്റെ പേരും ഒക്കെ എഴുതി വെച്ചാൽ കളഞ്ഞു പോയാൽ ആൾക്കാർക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പം ഓണറിനെ കണ്ടുപിടിക്കാമല്ലോ. അതെ, കൊള്ളാമല്ലേ? അപ്പം ഇവനെടുത്ത് നോക്കുവാണ്. ഞാൻ 10 kgയുടെയും ഒരു 5 kgയുടെയും, ബാക്കി എനിക്ക് ഓൾറെഡി 10 kg വീട്ടിലിരിപ്പുണ്ട്. ആ ആളെനിക്ക് കാറിനകത്തൊക്കെ വെച്ച് തന്നു. എപ്പോൾ വന്നാലും ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തരും പൂച്ചയ്ക്ക് കൊടുക്കാനായിട്ട്. എൻ്റെ പിള്ളേർ ഇതൊക്കെ ട്രൈ ചെയ്ത് ഞാൻ കൊടുക്കും. ചിലർ 2-3 പേര് കഴിക്കുകയില്ല, ബാക്കി 2-3 പേര് കഴിക്കും. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഷുഗർ കെയിൻ ജ്യൂസ് വാങ്ങിക്കുന്ന ഒരു കടയാണിത്. നല്ല സൂപ്പർ ജ്യൂസാണ് കേട്ടോ. ഇവിടെ പല ഫ്ലേവറിലുള്ളത് കിട്ടും. ആംല യൂസ് ചെയ്യാം, നമുക്ക് മിൻറ്റ് യൂസ് ചെയ്യാം, ലെമൺ യൂസ് ചെയ്യാം. ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ലെമണും ജിഞ്ചറും, അതാണ് ഏറ്റവും എനിക്കിഷ്ടം. പക്ഷേ അല്ലാതെ പല സംഭവങ്ങളുണ്ട്. ജൽജീര, കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് ഇവിടെ, അവർ ഉണ്ടാക്കി തരും. അപ്പോൾ ഇന്ന് തിരിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ട്രാഫിക്കായി. ഞങ്ങളപ്പം തിരിച്ച് വീട്ടിലെത്തി. പിള്ളേർ ഇപ്പം 9:30 ആയി. അതിനാണ് ഞാൻ നേരത്തെ പോകുന്നത്. കാരണം ട്രാഫിക്കിലൊന്നും പെടാതെ പെട്ടെന്ന് പോയി തിരിച്ചു വരാമല്ലോ. പിന്നെ ഇവർക്ക് ഫുഡൊന്നും കൊടുത്തില്ലായിരുന്നു. അപ്പം എല്ലാവരും വിശന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ചിക്കനൊന്നും അല്ല കൊടുത്തത്, ഡോഗ് ഫുഡ് തന്നെ കൊടുത്തത്. എളുപ്പത്തിന് ഞാൻ കുക്ക് ചെയ്തില്ലായിരുന്നു രാവിലെ, ഇതൊക്കെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട്. പിന്നെ നമ്മളൊരു ഷുഗർ കെയിൻ ജ്യൂസൊക്കെ, ഒരു മൈൻഡൊക്കെ റിഫ്രഷ് ചെയ്യണമല്ലോ, അതൊക്കെ എടുത്ത് ചാക്കൊക്കെ വലിച്ച് മേളിൽ കൊണ്ടുവന്ന് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് പിള്ളേരുടെ കൂടെ
ഇവിടെ ബാൽക്കണിയിലിരുന്ന് ഇതൊക്കെ മഴ പെയ്തിട്ടാണ് ഇവിടെ മൊത്തം വെള്ളമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ പണിയിലോട്ട് തുടങ്ങുവാണ്. മൊത്തം ലിറ്റർ ബോക്സുകളും എംപ്റ്റി ചെയ്ത് അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞൊരു ഷോർട്സിൽ പറഞ്ഞ പോലെ ഞാൻ സോൾഡറിങ് അയൺ എന്തിനാണ് വാങ്ങിച്ചതെന്ന് ഇപ്പോൾ പിടി കിട്ടിയല്ലോ. ഇപ്പം ഈ ലിറ്റർ ബോക്സ് ഞാൻ വീട്ടിലെടുക്കുന്ന ലിറ്റർ ബോക്സ് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ മണ്ട ഇതിൻ്റെ അടയ്ക്കുന്ന ഭാഗം മൊത്തം ഞാൻ കുറേ ഹോൾസ് ഇടും ഒരു വെൻറ്റിലേഷന് വേണ്ടി. പിന്നെ അതിൻ്റെ ഫ്ലാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അത് മൊത്തം ഇങ്ങനെ ഒരു സ്പേസ് ആക്കി പൂച്ചകൾക്കകത്ത് കയറാൻ വേണ്ടി. അപ്പം നമ്മുടെ ലിറ്റർ ബോക്സ് റെഡിയാകും. അത്രേ ഉള്ളൂ സംഭവം. ഈസി അല്ലേ. പിന്നെ ഇതിനടിയിൽ വീൽസ് ഉണ്ട്. അതാകുമ്പം ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. വേണ്ടേ, എന്തൊരു കാര്യം ചെയ്താലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ. അതാണ് നമുക്ക് ഹെൽപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെത്താനെ ഇതൊക്കെ ചെയ്യാൻ പോകുമ്പോഴാണ് ഈ ചാക്കൊന്നും പിടിക്കേണ്ട എന്നിങ്ങനെ ഇങ്ങനെയൊക്കെ താഴെ പോകുന്നത്. എനിവേ ഇതെല്ലാം നമ്മൾ ബാൽക്കണിയിൽ ടാപ്പില്ല, അപ്പം പിന്നെ വാഷ്റൂമിൽ കൊണ്ടുവന്ന് വേണം ഇത് വാഷ് ചെയ്ത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പതുക്കെ ഇതൊക്കെ ഫുള്ള് എംപ്റ്റി ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ എല്ലാ ലിറ്റർ ബോക്സുകളൊക്കെ കഴുകി നമ്മൾ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനിയും വന്നിട്ടുണ്ട് എല്ലാവരും ഇൻസ്പെക്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ ചെയ്ത ജോലിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണമല്ലോ. എല്ലാ മാസവും ഇതുപോലെ ബോക്സുകൾ ഞാൻ ഫുള്ളി എംപ്റ്റി ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് പുതിയ സാൻഡ് ഞാൻ ഇടുകയാണ് ചെയ്യാറുള്ളത്. അന്നേരം നമ്മുടെ വീടും അധികം സ്മെല്ലുണ്ടാകത്തില്ല. ക്യാറ്റ്സുകളൊക്കെ എല്ലാം ഹെൽത്തി ആയിട്ടും ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. അവരുടെ പോപ്പാഡ്സൊക്കെ ഇതുപോലെ ഒരുമാതിരി പന്ന മണം ഉണ്ടല്ലോ ലിറ്റർ സാൻഡിലൊക്കെ ഇരുന്ന്, അത് നമ്മുടെ ഷീറ്റിലും സോഫയിലും ഒക്കെ കയറുന്നുണ്ടേ. അത് ആ യൂറിൻ സ്മെല്ലും ലിറ്റർ സാൻഡിൻ്റെ ഒരു ബാഡ് ഓർഡറും ഒക്കെ വരും. അപ്പം അതൊന്നും ഇല്ലാതിരിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ വൃത്തിയായിട്ടൊക്കെ ചെയ്താൽ. അതിനാണ് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ അധികം നാറ്റവും ഒന്നും ഇല്ലാണ്ട് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡെയിലി ഞാൻ കളിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ.